നല്ല തണുപ്പുകാലം വരുവായി. ഇഞ്ചിയും കുരുമുളകും കറുവപ്പട്ടയൊക്കെ ചേർത്ത് മസാല ചായ ഇവിടെ റെഡിയുണ്ട്. നമുക്കെല്ലാവർക്കും കൂടെ കുടിക്കാം. നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ഷെയർ ചെയ്യാം. എല്ലാവർക്കും ക്രേസി ഷെഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിഭവം നല്ലൊരു മസാല ചായയാണ്. നല്ല തണുപ്പ് കാലമൊക്കെ വരുന്നു. നമ്മുടെ തൊണ്ടയ്ക്കുള്ള അസ്വസ്ഥതകളും എല്ലാം മാറ്റിയെടുക്കുന്നതിന് ഉതകുന്നതായ നല്ലൊരു മസാല ചായയുടെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് മസാല ചായ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കാണാം. ഞാനിവിടെ 3 ഗ്ലാസ് ചായയുടെ അളവാണ് ഞാൻ പറയുന്നത്. 1.5 ഗ്ലാസ് വെള്ളം ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ഗ്ലാസ് പാലും ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. മസാല ചായയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് വെള്ളവും പാലും കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമുക്ക് ഇഞ്ചിയാണ്. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 4 ഏലക്ക ചെറുതായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ഗ്രാമ്പൂ. ഇനി ഞാൻ ചേർക്കുന്നത് കൽക്കണ്ടം പൊടിച്ചതാണ്. ഇത് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൽക്കണ്ടം ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയോടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങി. നമുക്ക് ആ തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ആ ഇഞ്ചിയുടെ സത്തൊക്കെ ശരിക്കും അതിനകത്തേക്കൊന്ന് ഇറങ്ങണം. പാല് തിളച്ചു തുടങ്ങി. നമുക്ക് പാൽ ഓഫ് ചെയ്യാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു. അവിടെ ആ ഇഞ്ചിയുടെയും അതുപോലെ കറുവപ്പട്ടയുടെയൊക്കെ സത്ത് നമ്മുടെ വെള്ളത്തിലേക്ക് ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 ടീസ്പൂൺ ചായപ്പൊടി ചേർക്കാം. നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ചായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല. പാല് ചേർത്ത് കൊടുക്കാം. ചായ നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് തീക്ക് കുറച്ച് മുകളിൽ പിടിച്ച് ഇത് കുറച്ചുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. തീന്നൊന്ന് കുറച്ചൊന്ന് മുകളിൽ നിൽക്കട്ടെ. ഇഞ്ചിയും കറുവപ്പട്ടയും അതുപോലെ നമ്മൾ ചേർത്ത സാധനങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് അതിൻ്റെ സത്തെല്ലാം നന്നായിട്ട് ചായയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ചായ നല്ലതുപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ ചെയ്തെടുത്ത മസാല ചായ ഇവിടെ റെഡിയാണ്. ഇഞ്ചിയും കറുവപ്പട്ടയും അതുപോലെ മറ്റുള്ള മസാലകളെല്ലാം ചേർത്ത് നല്ല അടിപൊളി മസാല ചായ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വരുന്ന തണുപ്പ് കാലത്ത് തൊണ്ടയ്ക്കുള്ള അസ്വസ്ഥതകളും അതെല്ലാം മാറ്റുന്നതിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ചായയാണ് മസാല ചായ. ഇഞ്ചിയും കുരുമുളകും അതുപോലെ ഏലക്കായെല്ലാം ചേർത്ത് നന്നായിട്ട് തയ്യാർ ചെയ്തെടുത്തുന്ന മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തണുപ്പ് കാലത്തൊക്കെ നമുക്കിത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ തൊണ്ടയുടെ അസ്വസ്ഥത അതുപോലെയുള്ള ഇതെല്ലാം മാറിക്കിട്ടും. അപ്പോൾ നിങ്ങളും ഇത് വീടുകളിൽ ട്രൈ ചെയ്യുക. വീണ്ടും വ്യത്യസ്തമായ നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും വീണ്ടും കാണാം. ബൈ.